സ്ട്രോക്ക് ചിലപ്പോൾ എപ്പിലെപ്സി ആയിട്ട് തന്നെ വരും. അതായത് സ്ട്രോക്ക് ആയിരിക്കും സത്യത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ പേഷ്യൻ്റ് ആദ്യം തന്നെ വരുന്നത് നല്ല അവസ്മാരം മാത്രമായിട്ട് വന്നൊരു അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. പിന്നെ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടും എപ്പിലെപ്സി വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എപ്പിലെപ്സി അല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പിന്നെ സ്കാൻ എടുക്കുമ്പോഴാണ് അറിയുന്നത് അത് വലിയൊരു സ്ട്രോക്കായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് എംബോളിക് സ്ട്രോക്ക് എന്ന് പറയും. അതായത് രക്തത്തിൻ്റെ ഉള്ളിലൊരു കണിക അത് അധികം ഹൃദയത്തിൻ്റെ മിടിപ്പിന് തകരാറുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വാൽവിന് തകരാറുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വാൽവുകൾ നമ്മൾ മാറ്റി വെക്കും. വാൽവ് മാറ്റി വെച്ചാൽ അവർ ശരിക്കും രക്തം കട്ടയാവാതിരിക്കാനുള്ള ഒരു മരുന്ന് കഴിക്കണം. എന്നിട്ട് അതിൻ്റെ അളവ് എപ്പോഴും നോക്കിയിട്ട് അതിനൊരു ടെസ്റ്റ് ഉണ്ട്, INR എന്ന് പറയും. അത് വേണ്ടത്ര ഫലിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ അബ്സോർപ്ഷന് ചില ഭക്ഷണ പ്രകാരമോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കട്ട പിടിച്ചു പോകും. ആ കട്ട പിടിച്ചത് നമ്മൾ പിന്നെ ഹൃദയത്തിൽ നിന്ന് കട്ട പിടിച്ച് ആ കട്ട രക്തത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി ചെറിയ കട്ടയായിരിക്കും. അപ്പോൾ അത് എവിടെയെങ്കിലും പോയിട്ട് അടയും. പക്ഷെ അധികം പ്രാവശ്യം അത് അടയിൽ തലച്ചോറില്ല. അപൂർവമായിട്ട് കയ്യിലും കാലിലൊക്കെ വന്ന് അടയും, പക്ഷെ എന്നാലും തലച്ചോറിലാണ് അധികം അടയാറുള്ളത്. അങ്ങനെ അടയുന്ന സ്ട്രോക്ക് പലപ്പോഴും അവസ്മാരമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അവർ തളർച്ച വരുന്നതിന് മുമ്പ് തന്നെ അവസ്മാരം വരും.